തെളിച്ച് പറയണോ? അലോഹ്യാവോ? ഇല്ലെങ്കിൽ പറയാം. താൻ പറയൂ. ഈ ചൂരക്കാടനൊരു പാവ കബഡി നിർത്തലും ഫലം പറിച്ചതൊക്കെ ആയിട്ട് ദേശദേശാന്തരം മൂരു ചുറ്റിക്കൊണ്ടേയിരിക്കും. കുടുംബത്തില് ആ നേരത്ത് ചില ആവശ്യക്കാര് വന്നു ചേരും. വെറുതെയല്ല, ഈ അമ്മാളും അമ്മ നല്ല കാശണ്ടി വാങ്ങിക്കുകയും ചെയ്യും. തിരുമേനിക്കിതൊക്കെ അറിയാം. പക്ഷേ മിണ്ടാൻ പറ്റില്ല. മിണ്ടിയ അവര് ചൂലെടുക്കും. താൻ ഈ പറയുന്നൊന്നിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല അരിശക്കാട്ടാണ്, കുലീനതയുണ്ട്. അതൊക്കെ തോന്നല. നല്ല ഒന്നാം തരം അഭിസാരിക. അഭിസാരിയോ എന്ന് വെച്ചാൽ? ഇങ്ങോട്ട് വരിക, അടുത്തോട്ട് വരിക. ആ പെൺകുട്ടിയെ ഇപ്പൊ അവര് നിർബന്ധിച്ചോണ്ടിരിക്കുക. ആ കുട്ടി അങ്ങനെ പോവില്ല. അത് നേരാ. 1-2 പേരുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊഴിച്ച വേറെ ഒരു കുഴപ്പമില്ല. എന്ന് വെച്ച് യജമാൻ വേണ്ടി മുടക്കണ്ട. അവർക്ക് കിട്ടേണ്ട ഒരു ജീവിതം. കോണകശാസ്ത്രം പഠിച്ച് ഈ പാവം കാക്കാലൻ കണ്ണി കണ്ടതും കേട്ടതും ഒക്കെ അറിയിച്ചെന്നേ ഉള്ളൂ. നാരായണ നാരായണ, മംഗളം ഭവന്തു. ഒക്കെ ശരിയാവും. ഏറ്റവും തോന്നുന്നു. Oh my God, my Allu. KM സനനെ കണ്ടതിന് ശേഷമാ ഞാൻ കാശിന്റെ വില അറിയുന്നത്. കാശുകാരനെ കണ്ടപ്പോ നിങ്ങളുടെ കണ്ണു മഞ്ഞളിച്ചു പോയോ? സത്യം പറഞ്ഞ കണ്ണൊന്ന് ചിമ്മി. കോടികളാ അവന്റെ കയ്യിലുള്ളത്. ഇനി അത് മുഴുവൻ നമ്മുടെ മോൾക്കുള്ളതാ. കാശ് മാത്രം കിട്ടിയിട്ട് എന്താ കാര്യം? എനിക്ക് അയാളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെടണ്ട. എനിക്കിഷ്ടപ്പെട്ടു, മോൾക്കും ഇഷ്ടപ്പെട്ടു. എന്താടി അവനൊരു കുറവ്? കളറുണ്ട്, കാണാൻ കൊള്ളാം, കാശുമുണ്ട്. എനിക്ക് അവന്റെ വർത്താനം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു തരം വങ്കൻ, തനി വങ്കത്തരം. എന്നൊക്കെ നിനക്ക് തോന്നും. എന്തായാലും ഇത്രയും കൊള്ളാവുന്നൊരു ബന്ധം ഇനി വരാനില്ല. ഞാനിതങ്ങ് ഉറപ്പിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അപ്പൊ സ്വാമിനാഥ് അവന്റെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. കുലം മുടിയാൻ ജനിച്ചവനാ. അവന്റെ കൂടെ കൂടിയാൽ നമ്മുടെ മോളും മുടിഞ്ഞു പോവും. എന്റെ തക്കുടു ബേബിയാണോ, പഞ്ചാരയാണോ? ഏട്ടത്തി, ഇതെന്താ ഇങ്ങനെ പുറത്ത്? ഒന്നുമില്ല, പക്ഷേ എന്തൊക്കെയോ ഉണ്ട്.
നിന്നോട് സാഹിത്യം പറഞ്ഞ കുഴപ്പമുണ്ടോ? കൊഴപ്പില്ല, പക്ഷേ തീരെ പൈങ്കിളിയെ പോരുത്. പൈങ്കിളി കഥകൾ കൂടിച്ചേരുന്നതാണ് ശ്രീദേവി ജീവിതം. ഈ വലിയ ബുദ്ധിജീവികൾ പലരും നിസ്സാര കാര്യങ്ങളിൽ വയലന്റ് ആവുന്ന മന്ദബുദ്ധികളാണ്. എന്റെ സുബ്രു അങ്ങനല്ല. ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ബുദ്ധിയുള്ള ആളാ. ഞാനും അങ്ങനെയാ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് നിന്റെ ഏട്ടൻ. ഏട്ടനെ ഒരുപാട് മുമ്പേ അറിയായിരുന്നു അല്ലേ? അറിയായിരുന്നു. പെണ്ണ് പെണ്ണായെന്നും ആണ് അവളെ നോക്കാനും അവൾക്ക് നോക്കാനും ഉള്ളതാണെന്നും തിരിച്ചറിവായ കാലം മുതൽ നെഞ്ചിലൊരു തുടുപ്പായിരുന്നു എനിക്ക് സുബ്രു, എന്റെ തക്കടു ബേബി. 2 or 3 പച്ച മാങ്ങ കൊണ്ട് കൂട്ടിയിടിച്ച് എരിവും പുളിയും പിന്നെ മധുരവുമായൊരു പ്രണയം. ഞാനല്ലല്ലോ, കുട്ടിയല്ലേ ഓടി ഒന്നെന്നെ ഇടിച്ചത്. അതെ, സുബ്രുവിനെ കുറ്റം പറയണ്ട. പറഞ്ഞാ നീ എന്ത് ചെയ്യും? അയ്യോ, കുട്ടി വഴക്കുണ്ടാക്കണ്ട. എന്റെ കയ്യിലാ തെറ്റെന്ന് കുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം. എന്റെ കൂടെ വരുവാണെങ്കിൽ മാങ്ങ ഉപ്പിലും മുളകിലും കൂട്ടി തിന്നാം. അതിയന്നൂർ മനയില്ല ഞാൻ, സുബ്രഹ്മണ്യൻ. ഇത് വാരിയേറ്റ കുട്ടിയാ, മീനാക്ഷി. ഇല്ലത്ത് സത്താഹം നടക്കുക. ഞങ്ങൾ പൂവിറക്കാൻ പോവാ. എന്താ കുട്ടിയുടെ പേര്? പുളി. അങ്ങനെ ഒരു പേരുണ്ടോ? അന്ന് ചേർത്ത് പിടിച്ചതാ സുബ്രു എന്നെ. പിന്നെ ആ കൈ മനസ്സുകൊണ്ട് കൈവിട്ടിട്ടില്ല. വിടാൻ ഞാൻ സമ്മതിച്ചിട്ടുമില്ല. ഒരിളം കാറ്റ് പോലെ, ചാറ്റൽ മഴ പോലെ, ഇളവെയിൽ പോലെ, മെല്ലെ 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 എന്റെ നെഞ്ചില് സുബ്രു കൊടുങ്കാറ്റായി, പേമാരിയായി, ഉച്ചവെയിലായി. പഠനം കഴിയുന്നത് വരെ ആദ്യം കുട്ടികളല്ലേ ശ്രീദേവി. ഇഷ്ടം പ്രണയമാണെന്ന് തിരിച്ചറിയാനുള്ളൊരു പ്രായമായത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാ. +1 പഠിക്കുമ്പോ ആമ്പിള്ളേരെക്കാളും വികൃതിയായിരുന്നു സ്കൂളിൽ ഞാൻ. What is the difference between Pythagoras theorem and trigonometry? Basically, for a right angle triangle, if you have been given the length of 2 sides, you would use the Pythagoras theorem. But if you were given the length of 1 side and 1 angle, you would use trigonometry. Look here. Sin theta plus cos theta the whole square is equal to sin square theta plus 2 sin theta cos theta plus cos square theta.
ലില്ലിക്കുട്ടി സ്റ്റാൻഡപ്പ്. താനെന്താ ഇന്നലെ കഥകളി കാണാൻ പോയിരുന്നോ? കഥകളിയൊക്കെ ടീച്ചറിന്റെ ക്ലാസ്സിനേക്കാളും എത്രയോ ഭേദം അല്ലേ? ടീച്ചറിന്റെ ക്ലാസ് കേട്ട ഉറുമ്പുകൾ പോലും ഉറങ്ങിപ്പോവും. സത്യം പറയാലോ ടീച്ചറെ, ടീച്ചറിന്റെ ക്ലാസ് പരമ ബോറ. കുട്ടികൾ ഇത്രയും അഹങ്കാരികളാവരുത്. യൂണിഫോം ഇടണ്ടാത്ത ദിവസം ഇട്ടേ വരും, ഇടേണ്ട ദിവസം ഒരു പ്രാവശ്യം പോലും ഇടില്ല. കുട്ടിക്കിത് എന്തിന്റെ കേടാ? ടീച്ചറെ, വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കല്ലേ. ടീച്ചറിന്റെ ക്ലാസ് അത് ബോറാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഉറങ്ങിപ്പോവും. താൻ സ്കൂൾ ടോപ്പ് ആണെന്നതിന്റെ പേരിൽ ബാക്കിയുള്ള ടീച്ചേഴ്സ് സഹിക്കുമായിരിക്കും, പക്ഷെ ഞാൻ സഹിക്കില്ല. എനിക്ക് ടീച്ചറിനെ ഒട്ടും സഹിക്കാൻ വയ്യ, അതല്ലേ ഞാൻ ഉറങ്ങുന്നേ. ഇറങ്ങി പോ എന്റെ ക്ലാസ്സിൽ നിന്ന്. ഓ താങ്ക് യു. ഇതങ്ങാതെ പറഞ്ഞിരുന്ന ഇത്ര പാടുണ്ടായിരുന്നു. ബൈ എടാ ബൈ. സൈലൻസ്. അയ്യോ, ഇന്നും പുറത്താക്കിയല്ലേ? താൻ എന്താടോ ഇങ്ങനായി പോയത്? +1 ഞാൻ മാത്സിന് 100% സ്കോർ ചെയ്തു. അതുപോരെ? അത് മതിയോ? വസന്ത ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നേ ഒറ്റയ്ക്ക് പഠിക്കുന്നത്. ഞാൻ പോവാ. എന്തൊരു ജന്മോ ഇത്? സയൻസ് സുബ്രു, എന്നതാ സുബ്രു? സുബ്രുവിനെ പുറത്താക്കിയോ? ഓ, എന്നെ കൊണ്ട് പറ്റത്തില്ലേ. ഒരു സയൻസ് സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും ഇത് കണ്ടുപിടിച്ചോണ്ട് തല്ലിക്കൊല്ലണം. സാറ് ചോദിച്ചപ്പോ ഉള്ളതുകൂടെ ഞാൻ മറന്നു. പഠിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതിയെന്ന്. ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങി ആ വസന്ത ടീച്ചറിന്റെ ക്ലാസ്സിൽ. ഉറങ്ങിയാലും ലില്ലിക്ക് മാർക്ക് കിട്ടുമല്ലോ, 100-ല് 100. ഇങ്ങനെ കാണാപ്പാടം പഠിക്കുന്നോണ്ട് എന്റെ സുബ്രു മറക്കുന്നേ. ദാ ആദ്യം ബേസിക്സ് ആണ് പഠിക്കേണ്ടത്. എന്താ ഈ സൈൻ തീറ്റാന്നറിയോ? ഇല്ലത്ത് കാലിത്തീറ്റുണ്ട്, പശുവിന് കൊടുക്കണം, അതറിയാം. എന്റെ ബുദ്ധൂസേ, അതൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചുതരാം. നമുക്ക് തൽക്കാലം പോയി ഐസ്ക്രീം കഴിക്കാം. പൈസ സേവിച്ചെന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ 50 രൂപ അടിച്ചു മാറ്റി. അയ്യോ, മോഷ്ടിച്ചോ? ഇങ്ങോട്ടൊന്ന് വാ എന്റെ സുബ്രു. ഇങ്ങോട്ട് വരാൻ വാ. എല്ലാ സ്കൂളിലും ഉണ്ടാവും ഇതുപോലെ ഒരു തെമ്മടി ചെക്കന്മാര്. എന്നെ നിരന്തരം ശല്യം ചെയ്യുന്ന ഒരു തല്ലിപ്പൊളി ചെക്കൻ ഉണ്ടായിരുന്നു 9ാം ക്ലാസ്സിൽ വെച്ച്. എന്നിട്ട് ഒരു ദിവസം അവൻ എന്റെ കൈ കയറി പിടിച്ചപ്പോ കൊടുത്തു ഒരെണ്ണം ഞാൻ. പിന്നെ അത് പ്രശ്നമായി, കംപ്ലൈന്റ് ആയി. അതെ, അവനെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ഇപ്പൊ അവൻ പാവത്താനായി. അതുപോട്ടെ, ഇത് പറ, ആ ചെറുക്കൻ കണ്ടിട്ട്? ഒരു KP സാജൻ ജോസഫ് അവനായിരുന്നു ഞങ്ങളുടെ പ്രണയത്തിനിടയിലെ വില്ലൻ. നിന്റെ കൈ കയറി പിടിച്ചപ്പോ നീ പ്രതികരിച്ചില്ലേ? അത് പ്രത്യക്ഷത്തിലുള്ള അറ്റാക്ക് ആയിരുന്നു. അതിന് സ്വാഭാവികമായും റിയാക്ട് ചെയ്യും. പക്ഷേ ഇത് ഒളിയമ്പായിരുന്നു. ആരാ ഇത് ചെയ്തേന്ന് എനിക്ക് ചോദിക്കാൻ കഴിയാത്ത തരത്തില് എന്നെ അങ്ങോട്ട് നാട്ടിച്ചു കളഞ്ഞു ആ ചെറുക്കൻ. എന്ത് വൃത്തിയാടാ നീ എഴുതി വെക്കുന്നേ? നീ പോടാ. കുറെ കാലം ഞാനവിടെ പുറകെ നടന്നതാ. അപ്പൊ അവക്ക് പട്ടരെ പിടിക്കുള്ളൂ. ഇന്ന് തീരണം അവളുടെ അഹങ്കാരം. ഇത് പണിയാവും മോനെ. ആയിക്കോട്ടെ, നീ പോടാ.
ആ സാജൻ ജോസഫാ. മായ്ക്കണ്ട, അതങ്ങനെ കിടക്കട്ടെ. വേണ്ട ഇങ്ങോട്ട് വന്നേ. വേണ്ട, ഇങ്ങോട്ട് വരാൻ. ഞാനൊന്ന് തുടക്കട്ടെ. ലില്ലി ദേ ഇവിടെ ഉണ്ട്. ഓ, ഇങ്ങോട്ട് വാ. എന്റെ മാച്ച് സുബ്രു. ഇടട്ടെ. കുറെ കാലമായിട്ട് ഞാൻ കാണുക ഒരു പ്രണയ നാടകം. ഇന്നവളുടെ അഹങ്കാരം തീരും. വലിയ വീട്ടിലെ പെണ്ണ, സൂക്ഷിക്കണം. പിന്നെ വലിയ വീട്, മറിയയുടെ വീട് ഞാൻ ആട്ടും കൂടെ ആക്കും. ആടുകളെല്ലാം കൂട്ടി ബഹളവും മേ മേ മേ. നീയാണോ എന്നെ സുബ്രഹ്മണ്യനെ ചേർത്ത് എഴുതിയത്? ആണെങ്കി നീ കാണിച്ച തെമ്മാടിത്തരത്തിന് ഒന്ന് തന്നേ ഉള്ളൂ. അല്ലാതെ നീ എഴുതിയത് സത്യമല്ലാത്തോണ്ടൊന്നും അല്ല. സുബ്രഹ്മണ്യന് ഞാൻ ഇഷ്ടത്തില്ല. നീ എന്നെ തല്ലാറായോടി? നിന്നെ ഞാൻ സജ വേണ്ട, സജ വിട്ടേക്ക്. ചൂടുണ്ടെങ്കിൽ നീ എന്നൊന്ന് തൊട്ടു നോക്കടാ. നീ നോക്കിക്കോടി, സ്കൂൾ മാനേജറിന്റെ മോനാ ഞാൻ. കാണിച്ചു തരാം നിനക്ക്. മാനേജറുടെ അല്ല, മഹാരാജാവിന്റെ മോനായാലും തെറ്റ് കണ്ട ഇനിയും ഞാൻ തല്ലും. എന്താ ഇവിടെ ബഹളം? ലില്ലി സാജൻ ജോസഫിന്റെ തല്ലി. അത് ലില്ലിയെ കുറിച്ച് സാജൻ വൃത്തിയോടെ എഴുതി വെച്ചിട്ടാ. രണ്ടുപേരും ഇനി ക്ലാസ്സിൽ കയറണ്ട. പാരന്റ്സിനെ അറിയിക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ഒരു ധൈര്യത്തിന് ഞാൻ അങ്ങ് തല്ലിപ്പോയതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് വലിയ പ്രശ്നമായി. ടീച്ചേഴ്സ് അറിഞ്ഞു, ഓഫീസ് സ്റ്റാഫ് അറിഞ്ഞു, പിന്നെ പ്രിൻസിപ്പാളും അറിഞ്ഞു. അമ്മച്ചിയെ സ്കൂളിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. മറിയക്കുട്ടിയെ സ്കൂളിലേക്ക് നേരിട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. മനസ്സിലായി സാറേ. എന്റെ മോളിൽ എല്ലിക്കുട്ടി ഈ നിൽക്കുന്ന കൊച്ചു പയ്യന്റെ മുഖത്തടിച്ചു. അതാ പ്രശ്നം. വെറും പയ്യനല്ല ഇവൻ, നമ്മുടെ സ്കൂൾ മാനേജർ ജോസഫ് സാറിന്റെ മോൻ സാജൻ ജോസഫായത്. എങ്കിൽ പിന്നെ തല്ലി തൊട്ട് ശരിയായില്ല. ഉള്ളത് പറയാലോ, ഈ ലില്ലി ഈ സ്കൂളിനൊരു തലവേദനയാ. സാറേ, ഇല്ലാ വചനം പറയല്ലേ. ഇഷ്ടമില്ലാത്ത സാറുമാരുടെ ക്ലാസ്സിൽ കയറുകയില്ല. മരം കയറ്റമാണ് മുഖ്യ ഹോബി. ആണോടി? അല്ല അമ്മച്ചി. ഒരുമാതിരിപ്പെട്ട പിള്ളേരെ മുഴുവൻ വഴിതെറ്റിക്കുന്നത് മറിയക്കുട്ടിയുടെ മോള് തന്നെയാ. ഞാൻ എന്നതാ സാറേ ചെയ്യേണ്ടത്, അത് പറ. മര്യാദയ്ക്ക് വളർത്തണം മോളെ. ഇനി ഒരു പരാതി കൂടി ലില്ലിക്കുട്ടിയുടെ പേരിൽ വന്ന ഞാൻ പറഞ്ഞു വിടും സ്കൂളിൽ നിന്ന്. TCയും തന്നു. ആയിക്കോട്ടെ സാറേ, അല്ലാതെ ഞാനെന്ത് പറയാനാ. എങ്കിൽ പിന്നെ മറിയക്കുട്ടി പോയിക്കോ. ഈ സാജൻ മോനോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ സാറേ. അതിനെന്താ? മോനെ സാജ, ഇവളെന്തിനാ മോനെ തല്ലിയത്? അത് ഞാന് ഇവളെയും വേറൊരുത്തരെയും ചേർത്ത് മോൻ ഭിത്തിയിലൊക്കെ ചിത്രപ്പണി നടത്തിയെന്ന് പറയുന്നത് ശരിയാണോ? ധൈര്യമായിട്ട് പറ മോനെ. ഞാൻ എഴുതി. മേലിൽ എന്റെ മോളെ കുറിച്ചൊന്നല്ല, ഒരു പെണ്ണിനെ കുറിച്ചും അനാവശ്യം പറഞ്ഞ് പ്രചരിപ്പിച്ചേക്കരുത്. ഈ അമ്മച്ചിരടി നീ ഓർത്തു വെച്ചു. വാടി. അപ്പോഴും ഏതോ ഒരു ചെക്കനുമായിട്ട് എനിക്കൊരു അടുപ്പം ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അമ്മച്ചിക്ക് അറിയായിരുന്നുള്ളൂ. അത് സുബ്രുവാണെന്ന് ചിന്തിച്ചതേ ഇല്ല. സുബ്രുവിനെ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല വീട്ടുകാര്. എന്നാലും ഈ ചെറുപ്രായത്തില് പ്രേമിച്ചു എന്നറിഞ്ഞപ്പോ വീട്ടില് വഴക്കായില്ലേ? ആയില്ലേന്നോ? കൊന്നുകളെ നിന്നെ ഞാൻ. ഒന്നേ ഉള്ളെന്ന് കരുതി വേറെ പാലനം പറഞ്ഞ് വളർത്തിയപ്പോഴേ താന്നോദ്യത്തരം കളിക്കുന്നോടി. എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞവനെ ഞാൻ പിടിച്ചു ഉമ്മ കൊടുക്കണമായിരുന്നോ? ഇല്ല, കൊടുത്തില്ല.
എന്നെ സുബ്രഹ്മണ്യനെ കുറിച്ച് ഇനി അനാവശ്യം എഴുതി വെച്ചാ ഇനി ഞാൻ അവനെ തല്ലും. ഹോ, ആരാണ് ഈ സുബ്രഹ്മണ്യെ? വെറുതെ ആരും ഒന്നും പറയത്തില്ല. തീ ഉണ്ടെങ്കിലേ പുകയൂ. നിന്റെ അഹങ്കാരം ഞാൻ തീർത്തുതരാം. അമ്മച്ചി, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാലുണ്ടല്ലോ. ഗൾഫിൽ നിന്ന് തോമാച്ചി ഇങ്ങോട്ട് വരട്ടടി. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത്. ഒന്നും തീരുമാനിക്കാനില്ല. എനിക്ക് ശരിയെന്ന് തോന്നാൻ ഞാൻ ഇനിയും ചെയ്യും. തലയിടത്തിനും പറഞ്ഞോടി അഹങ്കാരി. അമ്മച്ചി ഇനത്തിന് എന്നെ തല്ലുന്നേ. തല്ലി നീ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യും? എന്നെ സുബ്രഹ്മണ്യനെ ചേർത്ത് വേണ്ടാത്തത് എഴുതി വെച്ചേനല്ലേ ഞാൻ അവനെ തല്ലിയത്. അതാണോ ഇപ്പോഴത്തെ പ്രശ്നം? ആ വേണ്ടാത്തതേ ഞാനങ്ങ് വേണോന്നാക്കും. ഇനി എന്നെ തല്ലിയ സുബ്രുവിനെ ഞാൻ ശരിക്കും അങ്ങ് പ്രേമിക്കുമെന്ന്. ഒരു തല്ലുകൊണ്ടാ പിന്നെ വേദന മാറിന്ന. പിന്നെ എത്ര കൊണ്ടാലും പേടിക്കില്ല. അമ്മച്ചി തല്ല് തുടങ്ങിയതോടെ എന്റെ വാശി അങ്ങോട്ട് കൂടി. ഇതൊക്കെ ഏട്ടൻ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലാന്നേ, സുബ്രുവിന് അന്നേ എല്ലാവരും പേടിയാ. പഠിത്തവും പാട്ടും വായനയും അങ്ങനെ എല്ലാം ചേർന്ന് മിടുക്കനായിരുന്നു എന്റെ സുബ്രു. ഞാൻ കാരണം മനസ്സ് വേദനിച്ച് ഇതൊക്കെ നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചു ഞാൻ. ഏതായാലും +2 വരെ അങ്ങനെയൊക്കെ അങ്ങ് പോയി. ബിടെക് ആയപ്പോ എന്റെ അമ്മച്ചിയുടെ മട്ടൊക്കെ അങ്ങ് മാറി. എന്നെ TC വാങ്ങിച്ച് മറ്റൊരു കോളേജിലേക്ക് മാറ്റി. എനിക്കും സുബ്രുവിനും തമ്മി കാണാൻ സൗകര്യമില്ലാണ്ടായി. അതോടെ പഴയ രീതിയിലുള്ള പ്രണയമായി. പഴയ രീതിയിലോ? അതെന്താ? കത്തുകൾ എഴുതും, നിരന്തരമായ പ്രണയലേഖനങ്ങൾ. അതും പോസ്റ്റൽ വഴിയൊന്നുമല്ല, നേരിട്ട്. Yeah.